ഹലോ ഗായ്സ്, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാവേ. എന്നാണെന്നറിയാമോ ഗൈസ്? ഇതാണ് ഈ സൂത്രം. ഇതെന്താണെന്നറിയാവോ? ഇതാണ് ഗൈസ് പിസ്ത. ഇത് പിസ്തയാണ് ഗൈസ്, കണ്ടോ? ഇത് പിസ്തയാണെന്നാണ് ഇവിടുത്തെ ആൻറ്റി എന്നോട് പറഞ്ഞത്. ഇതാണ് പിസ്ത. ഇതിൻ്റെ പച്ചയാണേ. ഇതിൻ്റെ പച്ച കണ്ടോ? ഇതിൻ്റെ പൂവാണ് ഗൈസ്. ഇതിലൊരു വെള്ളപ്പൂ ഉണ്ടാകും കേട്ടോ. വെള്ളയല്ല, ശരി, മഞ്ഞപ്പൂവാണേ. മഞ്ഞപ്പൂ ഉണ്ടാകും ഗൈസ്, മഞ്ഞപ്പൂവ്. അതുകൊണ്ട് ഇതിൽ അവിടെ ഉണ്ട്. അതായത് അവിടെ വരെ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ഇതുണ്ടോ? ഇത് വിടരും ചെറിയൊരു മുട്ട പോലെ വിടർന്ന് ഇതിങ്ങനെ മുട്ടാകും, കായാകും. കായാകും, കാ പഴുത്ത് ഇങ്ങനെയാകും. ഇത് പഴുത്ത് റെഡ് കളറാകും ഗൈസ്. ഇങ്ങനെ ഈ കളറാകും. ഇതാണ് ഈ സാധനമാകുമ്പോൾ ഇത് താഴെ വീണ് പോകും. ഇവിടെ ആരും ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ താഴെ വീണ് പോകും എന്ന് പറയുന്നത്. ഇതാണ് സംഭവം. ഞാനിപ്പോൾ ഒന്നും പറിച്ചെടുത്ത് വെച്ചതായിരുന്നു. ഇതാണ് അതിൻ്റെ കായ. ഇതാണ് എന്നാ പറയുന്നത്, പഴുത്ത തക്കാളി ഞെങ്ങില്ല, അതുപോലെ ഇത് ഞെക്കി പൊട്ടിക്കാൻ എനിക്കിപ്പോൾ എന്തോ ഒരു ഇഷ്ടം. ഇത് പൊട്ടിച്ച് ഇതിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സാധനമുള്ളൂ. ഇതിൻ്റെ ഉള്ളിലെ ആ കുരുവിൻ്റെ അകത്താണ് നമ്മുടെ പിസ്ത ആയിരിക്കും. നമ്മൾ മറ്റേ ഷെല്ല് പൊട്ടിച്ചായിരിക്കുമല്ലേ, അതുപോലെ തന്നെ. അങ്ങനെ അതാണ് ഗൈസ്. ഞാനിതൊരു വേറൊരു വീഡിയോയ്ക്കകത്ത് ഇടുന്നതായിരിക്കും. അപ്പം ബൈ.